ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് ഇംഗ്ലീഷിലെ 5 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ്. അതിൽ ആദ്യത്തെ ചോദ്യം ഫ്രോഗ് ഡാഷ്. അപ്പോൾ സൗണ്ട്സ് ഓഫ് ആനിമൽ ആണ് ടോപ്പിക്ക്. ഗ്രൗൾ ഓപ്ഷനിലുണ്ട്, ക്രോക്ക് ഓപ്ഷനിലുണ്ട്, സ്ക്രീം ഓപ്ഷനിലുണ്ട്, ബ്ലീറ്റ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ ഫ്രോഗിൻ്റെ സൗണ്ടിന് പറയുന്ന പേരെന്താണ്, അതാണ് ചോദ്യം. അപ്പോൾ ഫ്രോഗിൻ്റെ സൗണ്ട് ഏതാണെന്ന് ചോദിച്ചാൽ ക്രോക്കാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഗ്രൗൾ എന്ന് പറയുന്നത് എന്തിൻ്റെ സൗണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രൗൾ ബെയറിൻ്റെ സൗണ്ടാണ്, കരടിയുടെ സൗണ്ടാണ് ഗ്രൗൾ. സ്ക്രീമിംഗ് എന്ന് പറയുന്നത്, സ്ക്രീം എന്നത് പീക്കോക്ക്, വൾച്ചർ, അതുപോലെ ഈഗിൾ എന്നിവയുടെ സൗണ്ടാണ് സ്ക്രീമിംഗ്. സ്ക്രീമ്, പീക്കോക്ക്, വൾച്ചർ, ഈഗിൾ എന്നിവയുടെ സൗണ്ടാണ് സ്ക്രീം. ബ്ലീറ്റ് എന്ന സൗണ്ട് പുറപ്പെടുവിക്കുന്നത് അതേപോലെ നമ്മുടെ ഗോട്ട്, കിഡ്, ഷീപ്പ്, ലാമ്പ്, ജിറാഫ്, കാഫ് എന്നിവയുടെ സൗണ്ടാണ് ബ്ലീറ്റ്. ഗോട്ട്, കിഡ്, ഷീപ്പ്, ലാമ്പ്, ജിറാഫ്, അതുപോലെ കാഫ് എന്നിവയുടെ സൗണ്ട് ബ്ലീറ്റ്. ഇപ്പോൾ ഗ്രൗൾ എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ബെയറാണ്. ക്വാക്ക് എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രോഗാണ്. പിന്നെ സ്ക്രീം എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പീക്കോക്ക്, വൾച്ചർ, ഈഗിള്. ബ്ലീറ്റ് എന്ന സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഷീപ്പ്, ലാമ്പ്, ഗോട്ട്, കിഡ്, ജിറാഫ്, കാഫ്. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് ബി ഓപ്ഷനാണ് ഉത്തരമായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം, കംപ്ലീറ്റ് ദ സെൻറ്റൻസ് വിത്ത് സ്യൂട്ടബിൾ ടെൻസ് ആണ്. ടെൻസ് ഫോം കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദ്യം വന്നിരിക്കുന്നത്. എവറി ഡേ ഐ വാക്ക് ടു ഓഫീസ് ബട്ട് ടുഡേ ഐ ഡാഷ് ബൈ ബസ്. തന്നിരിക്കുന്ന ചോദ്യത്തിൽ ടെൻസ് ഫില്ല് ചെയ്യാനാണ്. അപ്പോൾ നമുക്ക് കീവേഡായിട്ട് ടുഡേ ആണ് വന്നിരിക്കുന്നത്. നമുക്കറിയാം ടുഡേ എന്ന വാക്ക് വരുന്ന സെൻറ്റൻസിൽ ഈസ്, ആം, ആർ പ്ലസ് ING ഉത്തരമായിട്ട് വരുന്നു. അപ്പോൾ തന്നിരിക്കുന്നതിൽ ഗോ ഓപ്ഷനിലുണ്ട്, വെൻറ്റ് ഓപ്ഷനിലുണ്ട്, ഗോയിങ് ഓപ്ഷനിലുണ്ട്, ആം ഗോയിങ് ഓപ്ഷനിലുണ്ട്. ഇപ്പോൾ ടുഡേ വന്നുകൊണ്ട് ആം ഗോയിങ് ഉത്തരമായിട്ട് വരുന്നു. അടുത്ത മൂന്നാമത്തെ ചോദ്യമാണ് വി ക്യാൻ സിറ്റ് ഡാഷ് ആൻഡ് ആം ചെയർ. വി ക്യാൻ സിറ്റ് ഡാഷ് ആൻഡ് ആം ചെയർ പ്രിപ്പോസിഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. സിറ്റ് എന്ന് പറയുന്ന വാക്കിനോടൊപ്പം ഇൻ എന്ന പ്രിപ്പോസിഷനും ചേർക്കാം, അതുപോലെ ഓൺ എന്ന പ്രിപ്പോസിഷനും ചേർക്കാം. പ്രത്യേകത ഓർമ്മയിലിരിക്കുക, സിറ്റ് എന്ന വാക്ക് കഴിഞ്ഞ് തുടർന്ന് വരുന്ന വാക്കിനനുസരിച്ചാണ് ഓണും ഇന്നും ചേർക്കേണ്ടത്. സിറ്റ് എന്ന വാക്ക് കഴിഞ്ഞ് ചെയർ എന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ഓൺ എന്ന പ്രിപ്പോസിഷനും, സിറ്റ് എന്ന വാക്ക് കഴിഞ്ഞ് ആം ചെയർ എന്ന വാക്കാണ് കിടക്കുന്നതെങ്കിൽ ഇൻ എന്ന പ്രിപ്പോസിഷനും ചേർക്കാം. ഇവിടെ ആം ചെയർ വന്നിരിക്കുന്നത് കൊണ്ട് ഇന്ന് ഉത്തരമായിട്ട് വരുന്നു. നാലാമത്തെ ചോദ്യമാണ് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഡാഷ് വെൻ മൈ ഫ്രണ്ട് സ്ലിപ്ഡ് ഓൺ ദ റോഡ്. ലാഫ് ഓപ്ഷനിലുണ്ട്, ടു ലാഫ് ഓപ്ഷനിലുണ്ട്, ലാഫിംഗ് ഓപ്ഷനിലുണ്ട്, നണ്ണ്. ജറണ്ടുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് തന്നിരിക്കുന്നത്. ഉത്തരം ലാഫിങ് വരുന്നു. ഓർമ്മയിലിരിക്കുക, കുഡിൻറ്റ് ഹെൽപ്പ് കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. അല്ലെങ്കിൽ കാണ്ട് ഹെൽപ്പ് കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. കാണ്ടിൻ്റെ പാസ്റ്റാണ് കുഡിൻറ്റ്. ഇപ്പോൾ കാണ്ട് ഹെൽപ്പ് അല്ലെങ്കിൽ കുഡിൻറ്റ് ഹെൽപ്പ് എന്നിവ കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റഡ് ടു, അഡിക്റ്റഡ് ടു, അക്യുസ്റ്റോംഡ് ടു, ഡെഡിക്കേറ്റഡ് ടു ഈ വാക്കുകൾ കഴിഞ്ഞാലും ING ഉത്തരമായിട്ട് വരുന്നു. ലുക്ക് ഫോർവേഡ് ടു, ഒബ്ജക്റ്റഡ് ടു, അഡിക്റ്റഡ് ടു, അക്യുസ്റ്റോംഡ് ടു, ഡെഡിക്കേറ്റഡ് ടു ഈ വാക്കുകൾ കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് ഈ വാക്കുകൾ കഴിഞ്ഞാലും ING ഉത്തരമായിട്ട് വരുന്നു. എൻജോയ്, എസ്കേപ്പ്, എക്സ്ക്യൂസ് ഈ വാക്കുകൾ കഴിഞ്ഞാൽ ING ഉത്തരമായിട്ട് വരുന്നു. അതുപോലെ കുഡ് യു മൈൻഡ്, വുഡ് യു മൈൻഡ്, ഡു യു മൈൻഡ് എന്നീ വാക്കുകൾ കഴിഞ്ഞാലും ING ഉത്തരമായിട്ട് വരുന്നു. അടുത്ത അഞ്ചാമത്തെ ചോദ്യമാണ് നോക്കുന്നത്. അഞ്ചാമത്തെ ചോദ്യം ബീയിങ് ലേസി. ബീയിങ് ലേസി ഷീ കുഡ് നോട്ട് ഫിനിഷ് ഹെർ വർക്ക് ഇറ്റ് ഈസ് എ ഡാഷ്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് തരം സെൻറ്റൻസ് എന്നാണ്. അപ്പോൾ ബീയിങ് ലേസി ഷീ കുഡ് നോട്ട് ഫിനിഷ് ഹെർ വർക്ക്
ഇറ്റ് ഈസ് എ ഡാഷ് ടൈപ്പ് ഓഫ് സെൻറ്റൻസ് അല്ലെങ്കിൽ കൈൻഡ്സ് ഓഫ് സെൻറ്റൻസ്. സിമ്പിൾ സെൻറ്റൻസ് ഓപ്ഷനിലുണ്ട്, കോമ്പൗണ്ട് സെൻറ്റൻസ് ഓപ്ഷനിലുണ്ട്, കോംപ്ലക്സ് സെൻറ്റൻസ് ഓപ്ഷനിലുണ്ട്, കോമ്പൗണ്ട് കോംപ്ലക്സ് ഓപ്ഷനിലുണ്ട്. അപ്പോൾ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഒരു സിമ്പിൾ സെൻറ്റൻസിന് ഉദാഹരണമാണ്. നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്ന സെൻറ്റൻസുകൾ തുടങ്ങിയിരിക്കുന്നത് ING യിൽ തുടങ്ങുന്ന വാക്കാണെന്ന് നോക്കുക. ഇൻസ്പൈറ്റ് ഓഫ് എന്ന വാക്കിലാണോ നോക്കുക, ഡെസ്പൈറ്റ് എന്ന വാക്കിലാണോ നോക്കുക. ഏതൊക്കെ വാക്കുകൾ? ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ്, ING, ബിസൈഡ്സ് എന്നീ വാക്കുകളിലാണ് ഒരു സെൻറ്റൻസ് തുടങ്ങുന്നതെങ്കിൽ അത് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും. ഇവിടെ ബീയിങ് ING ആയതുകൊണ്ട് നമുക്കതിനെ സിമ്പിൾ സെൻറ്റൻസ് എന്ന് വിളിക്കാം. ഏതൊക്കെ വാക്കുകളാണ്? ഡെസ്പൈറ്റ്, ഇൻസ്പൈറ്റ് ഓഫ്, ബിസൈഡ്സ്, ING മുതലായ വാക്കുകളിൽ തുടങ്ങുന്ന സെൻറ്റൻസ് സിമ്പിൾ സെൻറ്റൻസ് ആണ്. ഒരു സെൻറ്റൻസിനുള്ളിൽ ടു വന്നിട്ടുണ്ടെങ്കിൽ TOO2 അല്ലെങ്കിൽ ടു TOO2 ടു വന്നിട്ടുണ്ട്. അതായത് കണക്റ്റിംഗ് വേർഡാണ്. അതുപോലെ ഇനഫ് ടു അല്ലെങ്കിൽ ഇനഫ് ടു ഒരു സെൻറ്റൻസിൽ വന്നിട്ടുണ്ടെങ്കിലും അത് സിമ്പിൾ സെൻറ്റൻസ് ആയിരിക്കും.